കുറച്ച് ദിവസങ്ങളായി നമ്മൾ കേൾക്കുന്നത് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള താരിഫ് യുദ്ധത്തെക്കുറിച്ചും വ്യാപാര തർക്കങ്ങളെക്കുറിച്ചുമാണ്. എന്നാൽ എല്ലാ തർക്കങ്ങളിൽ നിന്നും വിട്ട് 25,000 കോടി രൂപയുടെ വമ്പൻ പ്രതിരോധ കരാറുകളിൽ ഇന്ത്യ അമേരിക്കയുമായി ധാരണയിലെത്തിയിരിക്കുകയാണ്. ഇന്ത്യ ലോകരാജ്യങ്ങൾക്കിടയിൽ തന്ത്രപരമായ ഒരു കരുത്ത് വർദ്ധിപ്പിക്കുകയാണ്. എന്താണ് ഈ കരാർ? എന്തിനാണ് ചൈനയും പാകിസ്ഥാനും ഇതിന് ഭയപ്പെടുന്നത്? നമുക്ക് നോക്കാം. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഇന്ത്യയും അമേരിക്കയും തമ്മിൽ വലിയ വ്യാപാര തർക്കങ്ങൾ നിലനിന്നിരുന്നു. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക ഏർപ്പെടുത്തിയ 50% വരെയുള്ള വലിയ താരിഫുകൾ ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാൻ ലക്ഷ്യമിട്ടുള്ളതായിരുന്നു. എന്നാൽ ചർച്ചകൾക്കൊടുവിൽ ആ താരിഫ് 18% കുറച്ചു. ഇതിന് പിന്നാലെ $500 ബില്യൺ വ്യാപാര ലക്ഷ്യങ്ങളാണ് ഇരു രാജ്യങ്ങളും മുന്നോട്ട് വയ്ക്കുന്നത്. പലരും വിമർശിച്ചു ഇന്ത്യ അമേരിക്കയ്ക്ക് മുന്നിൽ വഴങ്ങിക്കൊടുത്തുവെന്ന്. എന്നാൽ ആ വിമർശകർക്ക് ഇതാ മറുപടി. ഈ വ്യാപാര ബന്ധം വെറും കച്ചവടമല്ല, മറിച്ച് ചൈനയും പാകിസ്ഥാനെയും ഒരേപോലെ പൂട്ടാനുള്ള ഒരു വലിയ തന്ത്രത്തിന്റെ ആദ്യ ചുവടുവയ്പ്പാണിത്. $3 ബില്യൺ വരുന്ന ഇന്ത്യ അമേരിക്ക പ്രതിരോധ കരാറിൽ സുപ്രധാനമായ പല നടപടികളും കൈക്കൊള്ളുന്നുണ്ട്. 6 അത്യാധുനിക P-8I പോസിഡോൺ വിമാനങ്ങളാണ് ഇന്ത്യ ഈ കരാറിലൂടെ സ്വന്തമാക്കാൻ പോകുന്നത്. ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ സബ്മറൈൻ ഹണ്ടർ എന്നാണ് P-8I പോസിഡോണിനെ വിശേഷിപ്പിക്കുന്നത്. കടലിനടിയിൽ ഒളിഞ്ഞിരിക്കുന്ന ശത്രുക്കളുടെ അന്തർവാഹിനികളെ കിലോമീറ്ററുകൾക്ക് അപ്പുറം നിന്ന് തന്നെ തകർക്കാൻ ഇതിന് കഴിയും. നിലവിൽ ഇന്ത്യയുടെ പക്കൽ 12 പോസിഡോൺ വിമാനങ്ങളുണ്ട്. പുതിയ 6 വിമാനങ്ങൾ കൂടി എത്തുന്നതോടെ ഇന്ത്യൻ മഹാസമുദ്രം തീർത്തും സുരക്ഷിതമാകും. ആൻഡമാൻ നിക്കോബാർ തൊട്ട് മലാക്ക കടലിടുക്ക് വരെ ഇന്ത്യയുടെ അധീനതയിലാകും. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചൈന അവരുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ നിരന്തരമായ ശ്രമങ്ങൾ നടത്തുമ്പോൾ പ്രതിരോധ മാർഗങ്ങൾ അവലംബിക്കേണ്ടത് അത്യാവശ്യമാണ്. മറുവശത്ത് പാകിസ്ഥാൻ ചൈനീസ് സഹായത്തോടെ പുതിയ അന്തർവാഹിനികൾ നിർമ്മിക്കുന്നു. ഈ 2 ഭീഷണികളെയും ഒരേ സമയം നേരിടാനാണ് ഇന്ത്യ ഈ അമേരിക്കൻ ആയുധം കയ്യിലെടുക്കുന്നത്. P-8I വിമാനങ്ങളിലെ റഡാറുകളും സോണോബോയികളും കടലിന്റെ ആഴങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന ചൈനീസ് അന്തർവാഹിനികളെ കൃത്യമായി കണ്ടെത്താനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അവയെ നശിപ്പിക്കാനും സഹായിക്കും. പാകിസ്ഥാൻ എത്ര ഒളിച്ചു കളിച്ചാലും ഇന്ത്യൻ തീരത്ത് നിന്ന് 100 കണക്കിന് കിലോമീറ്റർ അകലെ വെച്ച് തന്നെ അവരെ തുരത്താൻ ഈ കരുത്തുറ്റ വിമാനങ്ങൾക്ക് സാധിക്കും. നയതന്ത്രത്തിൽ നിത്യ ശത്രുക്കളില്ല, നിത്യ മിത്രങ്ങളുമില്ല. രാജ്യത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നത് തന്നെയാണ് പ്രധാനം. ഈ വിമാനങ്ങൾക്കൊപ്പം 15 MQ-9C ഗാർഡിയൻ ഡ്രോണുകളും ഇന്ത്യ സ്വന്തമാക്കുന്നുണ്ട്. അമേരിക്കൻ കമ്പനിയായ ജനറൽ അറ്റോമിക്സ് നിർമ്മിക്കുന്ന അത്യാധുനിക ഡ്രോണുകളാണിവ. പൈലറ്റ് ഇല്ലാതെ 30 മണിക്കൂർ തുടർച്ചയായി പറന്ന് നിരീക്ഷണം നടത്താൻ ഇതിന് കഴിയും. ഇതോടെ കടലിലെ ഇന്ത്യയുടെ ആധിപത്യത്തിന് വൻ മുന്നേറ്റമുണ്ടാകും. വില കൊടുത്ത് ആയുധങ്ങൾ വാങ്ങുക മാത്രമല്ല, വിദേശ രാജ്യങ്ങളിൽ നിന്ന് മാത്രം നിർമ്മിക്കപ്പെടുന്ന ഇതിന്റെ പല ഭാഗങ്ങളും ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാനുള്ള വ്യവസ്ഥകളും ഈ കരാറിലുണ്ട് എന്നത് പ്രാധാന്യമർഹിക്കുന്ന കാര്യമാണ്. ഇത് വെറും ഒരു ആയുധ കച്ചവടമല്ല, ഇന്ത്യ ലോക ശക്തിയായി മാറുന്നതിന്റെ തെളിവാണ്. അതിർത്തികളിൽ വെല്ലുവിളികൾ ഉയർത്തുന്നവർക്ക് ഇതാ വ്യക്തമായ മുന്നറിയിപ്പ്. ഇന്ത്യ മണ്ണിലും വിണ്ണിലും മാത്രമല്ല, കടലിലും ഇനി ഇന്ത്യയുടെ വാക്കായിരിക്കും അവസാന വാക്ക്. അമേരിക്കയുമായുള്ള ഈ പുതിയ ബന്ധം പാകിസ്ഥാന്റെയും ചൈനയുടെയും കുതന്ത്രങ്ങളെ തകർത്തെറിയുമെന്ന് ഉറപ്പാണ്. സമാധാനം ആഗ്രഹിക്കുന്നവരോട് കൈകൊടുക്കാനും സമാധാനം തകർക്കാൻ വരുന്നവരോട് ആയുധമെടുക്കാനും ഇന്ത്യ സജ്ജമാണ്. ആധുനിക പ്രതിരോധ സങ്കേതങ്ങൾ ഇന്ത്യൻ സേനയുടെ കരുത്ത് വർദ്ധിപ്പിക്കുമ്പോൾ ആഗോള ശക്തിയുടെ പട്ടികയിൽ നമ്മൾ ഒന്നാമതായി മാറുന്ന കാലം വിദൂരമല്ല.